മലപ്പുറം തിരുനാവായയിൽ നടന്ന മാഘമഹോത്സവത്തിനെ ഭീകരർ ലക്ഷ്യമിട്ടിരുന്നുവെന്ന് സൂചന. മലപ്പുറം ചെമ്മാട് പിടികൂടിയ വൻ സ്ഫോടക വസ്തു ശേഖരം മാഘമഹോത്സവം തകർക്കാനെത്തിച്ചതാണോ എന്ന് പരിശോധിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി. സംഭവത്തിലെ മുഖ്യ സൂത്രധാരനായ ഹാരിസിൽ നിന്നും നിർണായക വിവരങ്ങൾ NIA ശേഖരിച്ചു. ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത മാഘമക മഹോത്സവം തകർക്കാനും ഭീകരവാദികൾ ലക്ഷ്യമിട്ടിരുന്നതായി സൂചന. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയായിരുന്നു തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്ത് മാഘമക മഹോത്സവം സന്യാസിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. വിവിധ ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യത്തിന് പുറത്തുനിന്ന് പോലും കുംഭമേളയ്ക്ക് സമാനമായ മാഘമക മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വിശ്വാസികൾ എത്തിയിരുന്നു. ഒരു മാസത്തോളം നീണ്ട മഹോത്സവത്തിൽ ലക്ഷക്കണക്കിന് ഭക്തരെത്തി. തുടക്കം മുതൽ ഇത് തകർക്കാനുള്ള ലക്ഷ്യം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിരുന്നു. ഭീകരവാദികളും മാഘമക മഹോത്സവം തകർക്കാൻ ലക്ഷ്യമിട്ടിരുന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. മാഘമക മഹോത്സവം സമാപിച്ച് 3 ദിവസത്തിന് ശേഷം ചെമ്മാട് നിന്നും വൻ സ്ഫോടക ശേഖരം പിടികൂടിയിരുന്നു. ഇത് മാഘമക മഹോത്സവം തകർക്കാനായി എത്തിച്ചതായിരുന്നുവെന്നാണ് സൂചന. 89,500 ഡിറ്റനേറ്റർ സ്റ്റിക്കുകൾ, 10,500 നോൺ ഇലക്ട്രിക് സ്റ്റോക്കുകൾ അടക്കം പിടികൂടിയിരുന്നു. കേസിലെ മുഖ്യ സൂത്രധാരനായ ഹാരിസിനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ള സൂചനകൾ ലഭിച്ചത്. സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയ സംഭവത്തിൽ 10 പേരെ NIA ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് IS അടക്കമുള്ള ഭീകരവാദ സംഘടനകളുമായി ബന്ധമുള്ളതായും വിവരമുണ്ട്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്താണ് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ഏറ്റെടുത്തത്. കർണാടക, തമിഴ്നാട്, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടത്തിയാണ് പ്രതികളെ പിടികൂടിയത്. വ്യാജ കമ്പനികളുടെ പേരിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസികൾ ഏറെ എത്തുന്ന ക്ഷേത്രങ്ങളുടെ സമീപത്തേക്ക് ഇത്തരം സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്നതും NIA അന്വേഷിക്കുന്നുണ്ട്. ജനം, മലപ്പുറം.